ഹലോ. ഇന്നൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയാലോ? പാലപ്പം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പാലപ്പമാണ്. അതിനു വേണ്ടി തേങ്ങ വെള്ളം വേണം. രാവിലെ പൊട്ടിക്കുന്ന തേങ്ങയുടെ വെള്ളം എടുത്ത് വെക്കണം. തലേന്ന് എടുത്ത് വെക്കുന്നത് അത്രയും നല്ലത്. ഞാനിപ്പോൾ രാവിലത്തെയാണ് എടുത്ത് വെക്കുന്നത്. ഒരു അര ഗ്ലാസ് മതി, ഇത്രയൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 സ്പൂൺ ഷുഗർ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. പിന്നെ ഒരു 1.5 കപ്പ് റൈസ് പച്ചരി എടുക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വയ്ക്കും. പിന്നത്തെ പരിപാടി വൈകിട്ടാണ്. തേങ്ങ വെച്ചെടുക്കുക, തേങ്ങാപ്പാൽ എടുക്കുക, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസിനെ നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ആഡ് ചെയ്യരുത്. ഈ തേങ്ങാപ്പാലിൽ വേണം ഇതിനൊന്ന് അരച്ചെടുക്കാൻ. പിന്നെ നമ്മുടെ ഫെർമെൻ്റായ കോക്കനട്ട് വാട്ടറില്ലേ, തേങ്ങ വെള്ളം, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച്. പിന്നെ ഒരു തവി ചോറ് അത് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി പിറ്റേ ദിവസം രാവിലെ കാണാം. പിറ്റേ ദിവസം രാവിലെ ഇപ്പോൾ ഒരുപാടൊന്നും പൊങ്ങി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസത്തെ തേങ്ങ വെള്ളമാണ് നല്ലത്. എന്നാലും കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പുളിച്ചാലും ഇവിടെ പറ്റില്ല ആർക്കും. സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇളക്കരുതെന്ന് പറയും, ആ ബബിൾസൊക്കെ പോകും. അത് ഈ അപ്പമാണോ മറ്റേ വെള്ളയപ്പമാണോ എന്ന് എനിക്കറിയില്ല. നല്ലോണം മിക്സ് ആക്കുക. പിന്നെ നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ചു, അപ്പച്ചട്ടി, ഒരു തവി മാവ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മളെപ്പോൾ അപ്പം ഉണ്ടാക്കുമ്പോഴും ഭയങ്കര ബ്ലാങ്കറ്റ് മാതിരി ഇരിക്കണേന്ന് ഹസ്ബൻഡ് പറയും. ഈ പ്രാവശ്യം അതൊക്കെ മാറ്റി നല്ല നൈസ് അപ്പം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര ഹോൾസ് ആണെന്ന്. ആ ഹോൾസ് വന്നതിന് ശേഷം കേട്ടോ മൂടാൻ പാടുള്ളൂ. നല്ല നൈസ്, നല്ല സൂപ്പർ അപ്പം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു അപ്പത്തിന് മുകളിൽ ഞാനൊരു എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള സോൾട്ടും പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാലപ്പത്തിനൊപ്പം കഴിക്കാൻ പറ്റിയത് ഒന്നെങ്കിൽ കടലക്കറി, അല്ലെങ്കിൽ മാംഗോ കറി, അല്ലെങ്കിൽ ഫിഷ് മാംഗോ കറി ഒക്കെ അടിപൊളിയായിരിക്കും. നമ്മുടെ പാരഗൻ്റെ സ്പെഷ്യൽ ഫിഷ് മാംഗോ കറിയില്ലേ, അത്. രാവിലെ അപ്പവും കടലക്കറിയും കൂട്ടി കഴിച്ചു. രാത്രി അപ്പവും മാംഗോ കറിയും കൂട്ടി കഴിച്ചു. മാംഗോ കറി അടിപൊളിയാണ് കേട്ടോ. അതിന് റെസിപ്പി വരുന്നുണ്ട്.